സൗഹൃദങ്ങളെ, ഇത് മലയാറ്റൂർ യാത്രയാണ് കേട്ടോ. അത് ബൈക്കിൽ മലയാറ്റൂരിൻ്റെ അടുത്തെത്തിയിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. ഇതിലാരും കണ്ടിട്ടുണ്ടാവും. മലയാറ്റൂരിൽ തിരിയുന്ന ആ ഒരു അടിവാരം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് തിരിയുന്ന റോഡാണത്. ഒരു ജംഗ്ഷനിൽ നിന്ന് തിരിയുന്ന റോഡാണ് ഇത്. അടിവാരത്തിലുള്ള ഒരു തടാകം, നല്ല ഭംഗിയിട്ട് കാണാൻ. നല്ല നിശ്ചലമായ നല്ല തെളിഞ്ഞ വെള്ളം. അപ്പോൾ അത് ഗംഭീരമായിട്ട് കുറേ ദൂരം ഈ തടാകത്തിൻ്റെ തീരത്തുകൂടെ നമ്മൾ കുറച്ച് പോകണം. അതിന് ശേഷമാണ് പാർക്കിങ്ങിൻ്റെ പ്ലേസിലേക്കുള്ള തിരിവ്. അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ആ ഭാഗത്തു നിന്നാണ് നമ്മൾ തിരിയേണ്ടത്. പലരും കണ്ടു കാണും, പലരും നല്ല ഒരുപാട് ആളുകൾ അത് ജാതിമത ഭേദമന്യേ ഈ മലയാറ്റൂർ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ വകയായിട്ടൊരു വിവരണം, ചെറിയ വിവരണവും ഒരു കാഴ്ചയും. ഈ പാർക്കിംഗ് പ്ലേസ് എത്തി. ഇവിടെയാണ് നമ്മൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യേണ്ടത്. പിന്നീട് മുകളിൽ നടന്നിട്ടാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യണം. ഇന്ന് പക്ഷെ തിരക്ക് കുറവാട്ടോ. ഇവിടെ അതിൽ കൂടെ നടന്നു പോകേണ്ടത്. ഇതാണ് മലയാറ്റൂരിൻ്റെ പ്രത്യേകത. എൻ്റെ മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ട്. ഹൃദ്രോഗികൾ വൈദ്യോപദേശം നേടിയതിന് ശേഷം മല കയറണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ട്. ഇതാണ് വഴികൾ. കണ്ട, കല്ലും മുള്ളും കാലിക്കും എത്തൈ എന്ന് പറഞ്ഞ പോലുള്ള ശബരിമല വഴികൾ പോലുള്ള വഴി. നല്ല ഉണ്ടക്കല്ലുകളും വലിയ വലിയ പാറകളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഇടയ്ക്ക് നിരന്ന പ്രദേശമുണ്ട്. ഇതൊക്കെ നല്ല കുത്തനെയുള്ള കയറ്റമാണത്. അതൊരു ഇൻട്രസ്റ്റിംഗ് അങ്ങനെ കയറും. പിന്നെ ഭക്തിയുള്ളവരെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. മലയാറ്റൂർ അവിടുത്തെ ദേവാലയവും പ്രാർത്ഥന നടത്താൻ പോകുന്നവരെ കുറിച്ചൊരു വിഷയമല്ല. അവർക്ക് പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്ഥലങ്ങളുണ്ട്. ഓരോ സ്ഥലങ്ങൾ ഇത് യേശുദേവൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കുരിശിൽ തറക്കുന്നതായിട്ട് ബന്ധപ്പെട്ട വിചാരണ ശേഷം ഇത് കുരിശ് ഏറ്റിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഒക്കെയാണത്. പല പല സ്ഥലങ്ങളിൽ 1 മുതൽ 14 വരെയുള്ള ഇങ്ങനെയുള്ള ചിത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ ഇത് 3-ാമത്തെ ആട്ടോ. 1, 2 കഴിഞ്ഞ് 3-ാമത്തെയാണ്. ഇതിലെല്ലാം ഓരോ കഥകളുണ്ട്. കഥകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിത നിമിഷങ്ങളിൽ, അവസാന നിമിഷങ്ങളിൽ ഇത് കണ്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പ്രാർത്ഥന നടത്തുന്ന കാര്യം. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എല്ലാവരും വന്നിട്ട് അവർ പ്രാർത്ഥന നടത്താറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാഴ്ച. ഇത് കണ്ടില്ല, ഇതൊക്കെ സെമിയോൺ എന്ന് പറഞ്ഞ ആൾ സഹായിക്കുന്നതാണ് അത്ര കുരിശിൽ കൊണ്ടുപോകുമ്പോൾ. പിന്നെ പോണ വഴിക്ക് 1-2 ഘട്ടങ്ങളിൽ വഴിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, പൈപ്പും ഒക്കെ ആയിട്ട്. ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി, ഒന്ന് മുഖമൊക്കെ കഴുകാൻ. ഇത് അടുത്തത് 6-ാമത്തെ, ഇത് 7. അങ്ങനെ വിവിധ ഘട്ടങ്ങൾ. ഗാഗുൽത്താ മലയിലേക്കുള്ള യാത്രയുടെ വിവിധ ഘട്ടങ്ങൾ. കുരിശ് ചുമന്ന് കൊണ്ടുപോകുന്ന അവസ്ഥ. പ്രവാചകന്മാരുടെ കഷ്ടപ്പാടുകൾ ഒരുപാട് നമ്മൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിക്കും വിവരണാതീതമാണ്. ഭയങ്കരമായ അനുഭവങ്ങളാണ് എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, നേരിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ വായിച്ചറിയുമ്പോൾ കിട്ടുന്നത്. ഏകദേശം എത്താറായി. ഇത് കണ്ടില്ലേ, ഇതിവിടെ ഒരാൾ പ്രാർത്ഥന നടത്തുന്നത് 11-ആയി. 12, 13, 14 എത്തിക്കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തിൻ്റെ യേശുദേവൻ്റെ ആ യാത്രയുടെ ചിത്രീകരണങ്ങൾ കഴിഞ്ഞു. കുരിശിൽ തറച്ചു അദ്ദേഹത്തെ. പിന്നീടുള്ള ചിത്രങ്ങളാണ് ബാക്കി 13, 14 ഉള്ളത്. എന്താണെങ്കിലും മലയാറ്റൂരിൻ്റെ കാഴ്ചകളിൽ പ്രധാനപ്പെട്ടത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ മലകയറ്റം ഒരു പ്രധാനപ്പെട്ടതാണ്. ഇതാണ്, ആ മുകളിലാണ് പള്ളി. ഇത് ഒരു ലെഫ്റ്റിലേക്കുള്ള വഴിയാണ്. ഇതിൽ കൂടെയും കയറാം, ഈ വലതുവശത്തൂടെയും കയറാം. അതാണ് കാണുന്നതാണ് പള്ളി കേട്ടോ. ഇതെന്താ അറിയോ, ഇതിപ്പോൾ ഞങ്ങൾ കയറി വന്ന വഴിയാണ്. അപ്പോഴേ കാണിച്ചില്ലേ എൻ്റെ എത്ര പടവുകളാണ് നോക്ക്. മുകളിൽ താഴേക്കൊന്ന് നോക്കിയതാണ്. ഇവിടെ നിന്ന് മേലെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ചന്തമുള്ള ഭൂമി, നല്ല ഹൈ റേഞ്ചിൽ നിന്ന് കാണും പോലെ ഉള്ള വാഗമൺ സീനൊക്കെ ആയിട്ട്, മൂന്നാർ ഒക്കെ പോലെ തോന്നുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങൾ ഈ പള്ളിയുടെ മലമുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. നല്ല മലനിരകളും ഒക്കെ ആയിട്ട് അതൊരു കാഴ്ചയായിരുന്നു. ഇതിൽ കൂടെ വന്നിട്ടേ ഇതൊരു കണ്ണാടി ചില്ലിക്കൂട്ടിനകത്ത് സൂക്ഷിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അത് തീർച്ചയായിട്ടും ശരിക്ക് ഭക്തി ഉള്ളവർക്ക് ഏറ്റവും വലിയ ഒരു സംഗതിയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് തോമാസ് ലീയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ഭാഗമാണെന്നാണ്, പാറയിൽ പതിഞ്ഞ ഭാഗമാണെന്നാണ്. അതിനെ സംരക്ഷിച്ചിരിക്കുകയാണ് ചില്ലുകൂട്ടിനകത്ത്. പള്ളി ഒരു മിനിമം
ഇത് അന്ന് തോമാസ് ലീഹ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയപ്പോഴേ പാറയിൽ വെള്ളം വന്നു എന്നാണ് ഇതിൻ്റെ പിന്നെ പറയുന്നത്. അവിടെ തൊട്ടടുത്ത് തന്നെ കൊടിമരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ പള്ളിയുടെ കുരിശ്, പ്രത്യേകമായ ആ കുരിശാണത്. ഇത് ആനകുത്തിയ പള്ളി എന്നാണ് പറയുക അതിന്. ഇതിൻ്റെ ബാക്കിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്, ആനകുത്തിയ പള്ളി. വർഷം കണ്ടില്ലേ, 1595 ഇത് ആനകുത്തിയ പള്ളി. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അങ്ങനെ പറയാൻ. അതിൻ്റെ ചുമരിലൊക്കെ അന്നത്തെ കെട്ടിയപ്പോഴ സമയത്ത് ഇതാ ആന കുത്തിയ പാട് ഇപ്പോഴും ഗ്ലാസ് ചില്ലിലിട്ട് സൂക്ഷിച്ചിരിക്കുക. മാർത്തോമ മണ്ഡപം എന്നാണ് ഇതിൻ്റെ പേര്. തോമസ് ലീഹയുടെ പ്രതിമ. ഇത് കുരിശുകൾ നമ്മൾ നടന്നു വരുന്നത് കണ്ടിട്ടില്ലേ, കുരിശ് കയറ്റിയിട്ട് ആളുകൾ പ്രാർത്ഥന നിർഭരമായിട്ട് നടന്നു. അത് ഇവിടെയാണ് അത്ര കൊണ്ടുവയ്ക്കുക. ഇതൊരു സന്നിധി എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. അതിൽ ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു വലിയൊരു ചിത്രം വെച്ചിട്ടുണ്ട്. ഇതാ ഞങ്ങളെന്തായാലും അവിടെ അത്രയ്ക്ക് തന്നെ കാഴ്ചയുള്ളൂ. പിന്നെ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കാം. എല്ലാ ഞായറാഴ്ചയും കുർബാന ഉണ്ടാവും, ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇറങ്ങി താഴേക്കെത്തി. ഇത് 2 മലയണ്ണാന്മാരും കണ്ടു. അതൊരു കാഴ്ചയായിരുന്നു. മലയണ്ണാന്മാർ ഒന്ന് കണ്ടു. ഇതാ ഇവിടെ രണ്ടാമത്തവൻ പതുങ്ങിയിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞങ്ങളെന്തായാലും ഇങ്ങനെ ഇറങ്ങി മുകളിൽ പോയി തിരിച്ചിറങ്ങി. മുകളിൽ പോകുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു, സംശയമേ ഇല്ല. ഭയങ്കരമായ കിതപ്പുണ്ടായിരുന്നു. ആ ഇടയ്ക്ക് ആ കിതപ്പൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട്, മനഃപൂർവ്വം ഇട്ടത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാണ്. എന്താണെങ്കിലും തീർത്ഥാടകർക്ക് ഏറ്റവും നല്ല ഭക്തി ഇങ്ങനെ തുളുമ്പി വരുന്ന തരത്തിലുള്ള ഒരു മലകയറ്റം തന്നെയാണ് ഈ മലയാറ്റൂർ. അത് ഭക്തി ഇല്ലാത്തവർക്കാണെങ്കിലും അതല്ലെങ്കിൽ ഇതര മതസ്ഥർക്കാണെങ്കിലും ഈ ഒരു കാഴ്ച വല്ലാതെ പിന്നെ സ്വാധീനിക്കും. ശബരിമലയും ഇതുപോലെ തന്നെ മലയാറ്റൂരൊക്കെ പോയിട്ട് വരുമ്പോഴാണ് ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ ആ ഒരു പിന്നെ സമർപ്പണ ബോധം അറിയുള്ളൂ. ഇത് തടാകത്തിൻ്റെ ദൃശ്യങ്ങൾ നല്ല രസമുണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നുകൂടി എടുത്താണ്. എന്താണെങ്കിലും ഞങ്ങൾ ആ സൂര്യാസ്തമനത്തിൻ്റെ സമയത്താണ് എത്തിയിരിക്കുന്നത് താഴെ. ഇതാ ഇപ്പം ഞങ്ങൾ മലയാറ്റൂർ കണ്ട്